കഷ്ണം എടുക്കാൻ. അപ്പം പിന്നെ ഒരു പുറത്ത് മതി. എന്നമ്മേ പയറും മീനോ? ചോറ സാമ്പാർ. ഹലോ, വീട്ടിലാണ്. ഇന്ന് പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നുമില്ല. ഉച്ചയായി, ഫുഡ് കഴിക്കണം. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. രാവിലെ എണീറ്റു. ഇപ്പോഴൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കിടപ്പായിരുന്നു, കാലുവേദന. അങ്ങനെ ഇനി മെല്ലെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം ഇന്നത്തെ ഡേ ഷൂട്ട് ചെയ്തിട്ട്. എന്നമ്മേ പയറും മീനോ? ചോറ സാമ്പാർ. സാമ്പാർ എനിക്ക് ഒഴിക്കരുത്. സാമ്പാർ എനിക്ക് ഒഴിക്കല്ലേ? പാട്ടാരെയൊക്കെ മരുന്ന് ഞങ്ങൾ കണ്ടു. ഒരു പാമ്പ് വരെ കറുത്ത വെള്ളം പല്ലിയും പാറ്റയാണെന്ന് പാമ്പ് എങ്ങനെ അറിയും? അതെ അതെ. എന്റെ അമ്മച്ചി വീട്ടിനകത്തുള്ള പല്ലിനെയും പാറ്റേനെ പുറത്ത് കിടക്കുന്ന പാമ്പ് എങ്ങനെ അറിയാനാ? അത് വരുവടാ, അതിന്റെ ഉള്ളിൽ കയറുവടാ, ചെറിയ ഓട്ട. അതിനെ പിടിക്കാന്നാ പാമ്പ് വരുന്ന തീറ്റക്ക്. കുട്ടിയുടെ ഇത് പയറാ. പാമ്പിന്റെ ഇതിന് തവളയാ. ഇത് കിട്ടി. തവളേനെ അമ്മച്ചി പാമ്പ് തിന്നാറ്? അങ്ങനൊന്നും അല്ലടാ. അല്ല അമ്മ, അമ്മ പാമ്പ് തവളേനെ അല്ലേ തിന്നുന്നേ? പല്ലിനെ പറ്റിനൊക്കെ പാമ്പ് എന്നിട്ട് പാമ്പിന് എന്താവാനാ? എനിക്ക് സാമ്പാർ ഒഴിക്കരുത്. വേറെ എന്തും പോകും. ചാറ് വേണ്ട. മുരിങ്ങയ്ക്ക നിനക്ക് ഒത്തിരി നല്ലതാ. ഞാൻ പയറെടുത്തു. മുരിങ്ങയ്ക്ക വേറെ ഇപ്പോഴും കാണിച്ചു തന്നതാ. മുരിങ്ങയ്ക്ക പുളി കഷ്ണം തന്നെ വെറുക്കത്ത്. അതിന് ചെറുതാക്കും വളഞ്ഞു പോവാ, കയ്യിൽ നിറഞ്ഞു പോകും. അറുപതിന് വരുന്നതിന് മുമ്പ് നമ്മൾ മേടിച്ച മാങ്ങയായിട്ട് ഇതോ ഇതിപ്പോ അവര് കൊണ്ട് തന്നു. അവര് വാങ്ങാൻ തുപ്പല് വീഴുന്ന തുടങ്ങി. കൊണ്ട് നീട്ടും. അവക്ക് വേറെ കൊടുക്കണം. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കൂട്ടത്തിൽ കൂട്ടത്തില്ല. അപ്പൊ കയ്യിൽ കൂടെ വെച്ചത് നീ കണ്ടില്ല, ചെത്തിക്കണ്ടു. ചെത്തിക്കൊടുത്ത് ഞാൻ നിലത്തെ വീണത് ആരെങ്കിലും പാത്രത്തിൽ അവളുടെ തോര പാത്രത്തിൽ കൊണ്ട് തുപ്പി. പാത്രം തന്നല്ലേ ഈ കാളിയെ ആർക്കെങ്കിലും കൂട്ടാൻ പറ്റുമോ? ഇതാ പ്രശ്നം. ഞങ്ങള് നേരത്തെ കളിച്ചോണ്ടിരുന്നപ്പോൾ ഉടക്കായിരുന്നു. നിന്നെ തന്നെ നിന്നെ വയനാടങ്ങാട്ടിലെ കൊണ്ടുവിടാൻ പറ്റത്തുള്ളൂ. അത് ആ പാത്രത്തിൽ അത് തീർക്കോ? ഒത്തിരി മുളകിലുണ്ടാവും. അതിലുണ്ടി പറഞ്ഞോളൂ. അത് മൂത്തതല്ല ഇത്.
കുഴപ്പമില്ല കുഴപ്പം. മൂത്ത് പഴുത്തതല്ല. കുഴപ്പമില്ല 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 കുഴപ്പമില്ല. അങ്ങനെ എന്താ ഇങ്ങനെ കുന്തോ കൈ പിടിച്ചോ? മഞ്ഞേരി. പിന്നെ ഇവാബിനോ അല്ലേ ഇവാ കൊറിയൻ കൊറിയ ഞങ്ങളൊക്കെ ഇവ എന്നിവ ചക്ക മാങ്ങ തേങ്ങ എന്നിവ കൂട്ടി അവർക്കൊന്നെടുത്ത് കൊടുക്കടാ പാത്രത്തിൽ. അയ്യോ ഭയങ്കര അങ്ങനെ ഞങ്ങൾ വീട്ടിലൊരു ഷവർമ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഈ ഷവർമ ഒരു പ്രത്യേക റെസിപ്പിയിൽ ഞങ്ങൾ തയ്യാറാക്കിയെടുത്താണ്. വേണമെങ്കിൽ ഇപ്പൊ ഞങ്ങൾ തിന്ന് കാണിക്കാം. ഇതാണ് ഷവർമ. മാറ് മാറ് മാറ്. താഴെ വീഴരുത്. ഷവർമയുടെ ചിക്കനൊക്കെ പുറത്തു വന്നു. താഴെ വീട്ടില്ല. ഈ കിളിയാക്കല്ലേ ചേട്ടാ, പാവല്ലേ. അയ്യോ വേണ്ട, ശ്വാസം മുട്ട്. അങ്ങനത്തെ ശ്വാസം മുട്ട്. ശ്വാസം മുട്ട്. ഷവർമ ഉണ്ടാക്കിയിട്ട് തിന്നില്ലെങ്കിൽ മോശമല്ലേ? ഇത്തിരി തിന്നട്ടെ. ഇതൊക്കെ ചിരിച്ചേട്ടെ. ശ്വാസം കിട്ടില്ല അല്ലെങ്കിൽ. ചിരിച്ചേട്ടെ. എങ്ങനെയുണ്ട്? ആ മതി. മൂത്രം ഒഴിക്കാൻ മുട്ടുന്നുണ്ടോ? തിരിച്ചിട്ട് തലയിടിക്കേ. ഷവായാക്കോ എടി. തല ഷവർമ. അയ്യോ പോയി. സേഫ് ലാൻഡിങ് ആയിരുന്നു. തുമ്പയിലോട്ട് റോക്കറ്റ് നിക്ഷേപിച്ച പോലെ സേഫ് ലാൻഡിങ് ആയിരുന്നു. ജിമ്മിൽ പോകുന്നതിന് കൊണ്ടുകൊണ്ടെന്ന് ഇപ്പൊ മനസ്സിലായി. എല്ലാ ഭാരം എന്റെ കയ്യിലായിരുന്നു. അമ്മേ ഒരു 2 മിനിറ്റോടെ കിടക്ക്. ഓ ഷവർമ അവരെന്താ കൊതി. ഇന്നത്തെ ദിവസം അങ്ങനെ പോയി. സാധാരണ ഇതിൽ ഇങ്ങനെ നല്ല കേട്ടോ. പിള്ളേരെപ്പോഴും ഒന്നെങ്കിൽ ടി വി അല്ലെങ്കിൽ ഞാനോ അമ്മയോ ഫോൺ നോക്കുമ്പോൾ ഞങ്ങൾ ആരിലൊരാളുടെ അടുത്തൊന്നും ഇരിക്കുള്ളൂ. ഇന്നാണിപ്പോൾ ഇങ്ങനെ കുറച്ച് രസമായിട്ട് കളിയും ചിരിയൊക്കെ ആയിട്ട് പോയത്. പിന്നെ അവരോട് ഓടുമ്പോൾ നമ്മുടെയും പ്രായം കുറയുമല്ലോ അല്ലേ. അങ്ങനെ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞു പോയി. അപ്പോൾ നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ കാണാം കേട്ടോ. ടാറ്റാ.